ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതേപോലത്തെ ക്യൂട്ടായിട്ടുള്ള ബിഗിനേഴ്സിനൊക്കെ പറ്റിയ ഒരു അടിപൊളി ഹാർട്ടാണ്. ഇപ്പൊ നിങ്ങൾ എന്റെ വീഡിയോ കണ്ടിട്ട് എല്ലാ സ്റ്റിച്ചുകളും പഠിച്ചില്ലേ? ഇനി ഇത് സിമ്പിൾ ആണ്. ഫസ്റ്റ് തന്നെ ഇഷ്ടപ്പെട്ട ഒരു കളർ ആണ് ഹാർട്ടല്ലേ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് ചേരുന്ന ഏതെങ്കിലും ഒരു ക്യൂട്ടായിട്ടുള്ള കളർ അങ്ങ് എടുക്കും. എന്നിട്ട് ഫസ്റ്റ് തന്നെ ഒരു മാജിക് റിംഗ് അങ്ങോട്ട് ഇടും. ചിലപ്പോൾ അതിനകത്ത് കാണിക്കുമ്പോൾ നമ്മൾ സ്റ്റിച്ചുകളൊന്നും എടുത്ത് കാണിക്കുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഏറ്റവും നല്ലത് ചാനലിൽ പോയിട്ട് ഷോർട്സിൽ ഇട്ടേക്കുന്ന ആ ഒരു വീഡിയോസ് കണ്ട് കഴിഞ്ഞിട്ട് ഈ ഒരു വീഡിയോ വന്ന് കാണുന്നതാണ്. അപ്പൊ പിന്നെ ഞാൻ പറയുന്നതിനനുസരിച്ച് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് തന്നെ ഒരു മാജിക് റിംഗ് ഇടുക, എന്നിട്ട് 4 ചെയിൻസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ട്രിപ്പിൾ ക്രോഷ്യ ആണ്. അപ്പോൾ ഇതുപോലത്തെ സ്റ്റിച്ചുകൾ ചെയ്യുമ്പോൾ ആ മാജിക് റിംഗിന്റെ ഉള്ളിൽ 2 നൂലില്ലേ, ആ 2 നൂലിന്റെ ഉള്ളിൽ കൂടെ വേണം ഇതേപോലെ എടുത്തു കൊടുക്കാൻ. അല്ലാണ്ട് ഒരു ടൈലിന്റെ ഉള്ളിൽ കൂടെ മാത്രം എടുത്തിട്ട് ഒരു കാര്യം ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ 4 ചെയിൻ ഇടുക, എന്നിട്ട് 3 ട്രിപ്പിൾ ക്രോഷ്യ ആണ് ഈ ഒരു മാജിക് റിംഗിന്റെ ഉള്ളിലോട്ട് ചെയ്ത് കൊടുക്കുന്നത്. ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ പേടിക്കേണ്ട. ട്രിപ്പിൾ ക്രോഷ്യ എങ്ങനെ ചെയ്യണമെന്നുള്ള വീഡിയോയും എല്ലാ സ്റ്റിച്ചസിന്റെ വീഡിയോയും ചാനൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കാണാത്തവർ ഓടിപ്പോയി കാണും. അങ്ങനെ ഇപ്പൊ നമ്മൾ ഫൈനലി 4 ചെയിനും 3 ട്രിപ്പിൾ ക്രോഷ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. ഡബിൾ ക്രോഷ്യ ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. ഒരു പ്രാവശ്യം ഇതേപോലെ ഹുക്കിന്റെ മുകളിലോട്ട് യാൺ വെക്കുക, എന്നിട്ട് ആ ഒരു മാജിക് റിംഗിലോട്ട് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് 3 സെക്ഷൻസ് ആണ് കിട്ടുക. എന്നിട്ട് അതിനകത്ത് ഫസ്റ്റ് 2 ലൂപ്പിലൂടെ ആദ്യം വലിച്ചെടുക്കുക, എന്നിട്ട് രണ്ടാമത്തെ 2 ലൂപ്പിലും കൂടി വലിച്ചെടുക്കുക. ഇതേപോലെ ആ മാജിക് റിംഗിന്റെ ഉള്ളിലോട്ട് 3 തവണയാണ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ചെയിൻ ചെയ്യുക, എന്നിട്ട് പിന്നെയും ഒരു ട്രിപ്പിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞതോടെ നമ്മുടെ ഹാർട്ടിന്റെ പകുതി കഴിഞ്ഞിട്ടുണ്ട്. അതാ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവും ഒരു ഹാഫ് ഹേർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു സംഭവം തന്നെ മിറർ പോലെ അപ്പുറത്തെ സൈഡിലും കൂടി ചെയ്തെടുക്കണം. അപ്പൊ അതിനായിട്ട് ട്രിപ്പിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ചെയിനും കൂടി ചെയ്യുക, എന്നിട്ട് വീണ്ടും 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഡബിൾ ക്രോഷ്യ ചെയ്തത് ഓർമ്മയുണ്ടല്ലേ? നമ്മൾ ഈ ഒരു സൈഡിൽ ചെയ്തത് തന്നെ അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് ഇപ്പത്തെ സൈഡിലും കൂടി ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ 3 ഡബിൾ ക്രോഷ്യ ഇനി ചെയ്യുക. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് മിറർ പോലെ ആയിരിക്കണം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ കാണുമ്പോൾ അതൊരു ഹാർട്ടിന്റെ ഷേപ്പായിട്ട് തോന്നണം എന്നില്ല. പക്ഷെ നമ്മൾ അതിന്റെ ആ ഒരു ലൂപ്പ് പുള്ള് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാവൂ. ലൂപ്പല്ല, ആ ഒരു യാണിന്റെ ടെയില് ഉണ്ടാവുമല്ലോ, അത് എപ്പോഴും ബാക്കിൽ ഇങ്ങനെ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പം അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നമുക്കൊരു ഹാർട്ടിന്റെ ഷേപ്പ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് 3 ട്രിപ്പിൾ ക്രോഷ്യ ആണ്. അങ്ങനെ 3 ട്രിപ്പിൾ ക്രോഷ്യയും കൂടി കഴിയുമ്പോൾ നമ്മൾ ആ ഹാർട്ട് അങ്ങോട്ട് കംപ്ലീറ്റ് ആയി. പക്ഷേ ഒരു 4 ചെയിന്റെയും കൂടി കുറവുണ്ട്. അങ്ങനെ ആ 3 ട്രിപ്പിൾ ക്രോഷ്യയുടെ ശേഷം 4 ചെയിനും കൂടി ഇതേപോലെ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ 4 ചെയിന് ശേഷം നമ്മൾ ആ മാജിക് റിംഗിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടണം. സ്ലിപ്പ് സ്റ്റിച്ച് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നുമില്ല. നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യൂലേ, അതേപോലെ തന്നെയാണ്. സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ മാജിക് റിംഗിലോട്ട് ഇതേപോലെ ഇൻസേർട്ട് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ വലിച്ചെടുക്കില്ലേ, അങ്ങനെ വലിച്ചെടുത്തിട്ട് ഓൾറെഡി ആ ഒരു ഹുക്കിലൊരു ലൂപ്പ് ഉണ്ടാവുമല്ലോ, ആ ഒരു ലൂപ്പിലൂടെ ഒന്ന് വലിച്ചെടുത്താൽ മതി. എന്നുവെച്ചാൽ നിങ്ങൾ ആദ്യം തന്നെ ചാനലിൽ പോയിട്ട് ആ സിംഗിൾ ക്രോഷ്യ ചെയ്യുന്ന വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ അതിലൊരു പാർട്ട് ഉണ്ട് സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് ഇങ്ങനെ 2 ലൂപ്പ് കിട്ടുന്നത്. അതുപോലെ നമ്മളുടെ ഹുക്കിൽ നമുക്ക് 2 ലൂപ്പ് കിട്ടുമ്പോൾ ആ ഒരു ഫസ്റ്റ് ലൂപ്പ് സെക്കൻഡ് ലൂപ്പിന്റെ ഉള്ളിലൂടെ വലിച്ചെടുത്താൽ മതി. എന്നുവെച്ചാൽ സിംഗിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ നമ്മൾ വേറെ ഒരു ലൂപ്പ് ചെയ്തിട്ടാണല്ലോ എടുക്കാറ്. അങ്ങനെ ചെയ്യണ്ട, നമ്മുടെ കയ്യിലുള്ള ലൂപ്പ് തന്നെ ഉപയോഗിച്ചാൽ. ഫുള്ള് ലൂപ്പ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഫുള്ള് കൺഫ്യൂഷൻ ആയെന്ന് എനിക്ക് മനസ്സിലായി. ഇതിൽ മനസ്സിലായവരും ഉണ്ടാവും. എന്തായാലും മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് രാത്രി തന്നെ നോക്കിയിട്ട് എന്തായാലും ഒരു സ്ലിപ്പ് സ്റ്റിച്ചിന്റെ ഒരു വീഡിയോ ഇടാം കേട്ടോ. എന്തായാലും സ്ലിപ്പ് സ്റ്റിച്ച് തൊട്ട് ഒരു ചെയിനും കൂടി ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് പുൾ ചെയ്തിട്ട് ഒന്ന് മുറിച്ചെടുക്കാം. എന്നിട്ട് അതൊന്ന് പിടിച്ച് ടൈറ്റൻ ചെയ്യുമ്പോൾ നമുക്ക് ക്യൂട്ടായിട്ടുള്ള ഒരു ഹാർട്ട് സെറ്റ് ആയി. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഹാർട്ടൊക്കെ ഫുള്ള് സെറ്റ് ആയിട്ട് ഇതേപോലെ ഞാൻ ടോട്ടലി 2 കളേഴ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഒരു സംശയം കൂടാതെ ഇത് പോയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇങ്ങനെ ട്രൈ ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് വലിയ പ്രൊജക്റ്റിലേക്ക് കടക്കാൻ പറ്റും. ചെറുതിൽ നിന്നാണല്ലോ വലുതിലേക്ക് പോകുന്നത്. അപ്പോൾ പഠിപ്പിച്ചു തന്നതിനൊരു ലൈക്കൊക്കെ തരൂലേ?